കാസർഗോഡ് നഗരത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ പത്മജയ്ക്കെതിരെ താൻ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭന്റെ വാദം. തനിക്കെതിരെ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്നും ബി.ജെ.പി. നേതാവ് തുറന്നടിച്ചു. താൻ ഒരിക്കലും തിരക്കിൽ തള്ളിക്കയറി മുൻപിൽ നിൽക്കുന്നയാളല്ല. പത്മജിയുടെ പിതാവ് ലീഡർ കരുണാകരനുമായി വ്യക്തിപരമായ ബന്ധം ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് പുലർത്തിയിരുന്നു. പാർട്ടിക്കുള്ളിൽ താൻ നേരിടുന്ന പ്രശ്നങ്ങളും സ്വകാര്യ ദുഃഖങ്ങളും ലീഡർ താനുമായി പങ്കുവച്ചിരുന്നു. തനിക്ക് അന്ന് വൈകുന്നേരം 5:30 കണ്ണൂരിലേക്ക് ട്രെയിനിൽ വരേണ്ട കാര്യമുള്ളത് കൊണ്ടാണ് പരിപാടി അവസാനിപ്പിക്കുന്നതിനിടെ മടങ്ങിയത്. എന്നാൽ ഉദ്ഘാടകനായി തന്നെ നിശ്ചയിക്കാത്തത് സംഘാടകരുടെ ഔചിത്യക്കുറവാകാമെന്നും CK പത്മനാഭൻ പറയുന്നുണ്ട്. പുതിയ കാലത്ത് ചില പ്രവണതകളൊക്കെ പാർട്ടിയിലും കടന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അത്തരം മൂല്യങ്ങളെക്കുറിച്ച് അപ്പോൾ പറയാം. അത്തരം കാര്യങ്ങൾ കാലം തെളിയിക്കും. യുദ്ധത്തിലും പ്രണയത്തിലും വിജയിക്കുക തന്നെയാണ് മുഖ്യം. രാമമന്ത്രവും കൃഷ്ണതന്ത്രവുമാണ് അതിന്റെ ടെക്നോളജിയായി ബി.ജെ.പി. സ്വീകരിക്കുക. കേരളവും ഭാരതത്തിന്റെ വികസന വഴിയിലേക്ക് വരും. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ ഇനി പ്രതീക്ഷ ചാണ്ടി ഉമ്മനിൽ ഇല്ലെന്നും ചാണ്ടി ഉമ്മൻ വന്നാൽ ആ പട്ടിക പൂർത്തിയാകുമെന്നും CK പത്മനാഭൻ പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇടികൊണ്ട് പരിക്കേൽക്കാതെ തങ്ങൾ നോക്കുമെന്നും CK പത്മനാഭൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് NDA കാസർഗോഡ് മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം പത്മജ വേണുഗോപാലിനെ ഏർപ്പെടുത്തിയതിൽ പരസ്യ പ്രതിഷേധവുമായി പ്രസിഡന്റുമായ CK പത്മനാഭൻ എത്തിയത്. പരിപാടി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ പത്മജയെ നേതാക്കൾ ക്ഷണിക്കുകയായിരുന്നു. ഇതിൽ അതൃപ്തിയിലായിരുന്ന CK പത്മനാഭൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും തയ്യാറായില്ല. ഉദ്ഘാടകൻ എന്ന് പറഞ്ഞ് CK പത്മനാഭനെയാണ് ആദ്യം ക്ഷണിച്ചിരുന്നതെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. പത്മനാഭൻ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു പത്മജ വേദിയിലേക്ക് വന്നത്. ഇവർ കയറി വന്നതോടെ പ്രവർത്തകർ അവർക്കു വേണ്ടി ജയ് വിളിച്ചു. കടുത്ത നീരസത്തോടെയാണ് ഇതിനോട് പത്മനാഭൻ പ്രതികരിച്ചത്. തനിക്ക് സംസാരിക്കണമെന്നും ആരും ശല്യപ്പെടുത്തരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉദ്ഘാടനത്തിന് ശേഷം പത്മജ പ്രസംഗം തുടരുന്നതിനിടെ CK പത്മനാഭൻ വേദി വിടുകയും ചെയ്തു. ഇതാണ് അന്ന് സംഭവിച്ചത്. ഇതിനുള്ള ന്യായീകരണമാണ് പത്മനാഭൻ ഇപ്പോൾ നടത്തിയത്. ഏതായാലും പത്മജ കാലുകുത്തിയതോടെ പാർട്ടിക്കുള്ളിൽ ചില പൊട്ടലും ചീറ്റലുമൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് എത്തിയത് പലർക്കും അത്ര രസിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതേസമയം അന്ന് വേദിയിൽ വെച്ച് പത്മജ ബി.ജെ.പിയെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. ബി.ജെ.പിയിൽ ചേർന്നത് തനിക്ക് സ്വപ്നലോകം പോലെയാണെന്നും ലീഡർഷിപ്പ്, ഒത്തൊരുമ തുടങ്ങിയ കാര്യങ്ങളാണ് എന്തുകൊണ്ട് ബി.ജെ.പി എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളതെന്നും പത്മജ വേണുഗോപാൽ ബി.ജെ.പിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇനിയും ഒരുപാട് പേർ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് മാറി വരും. സഹോദരനോട് തനിക്ക് വ്യക്തിപരമായി കുഴപ്പമൊന്നുമില്ല. എന്നാൽ താൻ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കില്ല എന്നും നേതാവ് തുറന്നടിച്ചു. ഏതായാലും NDAയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി തന്നെ പത്മജ പങ്കെടുക്കുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അധികാരത്തിൽ വരുമെന്നും ഈ തെരഞ്ഞെടുപ്പോടെ AICC ആസ്ഥാനം അടച്ചുപൂട്ടേണ്ടി വരുമെന്നൊക്കെയാണ് പത്മജ പറയുന്നത്. അവസാനം വെള്ളത്തിൽ വരച്ച വര പോലെയാകാഞ്ഞാൽ പത്മജയുടെ ഭാഗ്യം.